ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ ഇന്നോ നാളെയോ നമുക്ക് ഇരു മുന്നണികളെയും ബി.ജെ.പിയുടെയും സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുക ഇടതുപക്ഷത്തിനും ഒപ്പം തന്നെ UDF-നും എന്നതുപോലെ തന്നെ PV അൻവറിന് കൂടി വളരെ നിർണായകമാവുന്ന തിരഞ്ഞെടുപ്പാണ്. ഇത്തവണ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി കാര്യമായ റോളില്ല, ഒരുപക്ഷെ കുറച്ചു കാലത്തേക്കെങ്കിലും കാര്യമായ റോൾ ഉണ്ടാവില്ല എന്നതിൻ്റെ സൂചകം കൂടിയായിരിക്കും. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഉള്ള സീറ്റുകൾ നിലനിർത്തി നേരത്തെ നടന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ പ്രധാനമായും UDF-ന്റെ സീറ്റുകളിലായിരുന്നു നടന്നത്. ആ UDF സീറ്റുകളിൽ UDF തന്നെ വിജയിച്ച് വരുന്ന കാഴ്ചയും കണ്ടു. അത് പുതുപ്പള്ളിയിലാണെങ്കിൽ ഒപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കാഴ്ച കണ്ടു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തുള്ള ഒരു സീറ്റ്, ഇടതുപക്ഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയിച്ച ഒരു സീറ്റ് പിടിച്ചെടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാനുള്ള UDF-ന് മുന്നിലെ സാധ്യതയാണ് നിലമ്പൂർ. അതേസമയം തന്നെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഭരണവും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിൻ്റെ തെളിവാണ് നിലമ്പൂരിലെ വിജയമെന്ന് കേരളത്തിലെ ജനങ്ങളോട് അടുത്ത ഏപ്രിൽ മെയ് മാസം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറയാൻ കഴിയുന്ന വിജയമാക്കി ഈ ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂരിനെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും അതിശക്തമായി പോരാടും. BJP-ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഇടമാണ് നിലമ്പൂർ. പക്ഷെ അവരും കാര്യമായി രംഗത്തുണ്ടാവും. എങ്കിലും അടുത്ത ഒരു 25 ദിവസക്കാലം നമ്മുടെ കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചേക്കേറി അവിടെ നിലയുറപ്പിച്ച് ഓരോ ബൂത്തുകളിലും ഓരോ വാർഡുകളിലും നേരിട്ടെത്തി പ്രധാനപ്പെട്ട നേതാക്കൾ വോട്ട് പിടിച്ച് മുന്നണിയെ വിജയിപ്പിക്കാനുള്ള അതിശക്തമായ പോരാട്ടത്തിന്റെ ഇടമായി നിലമ്പൂർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും